വർഷങ്ങൾക്ക് മുമ്പാണ് ജിത്തു ജോസഫ് തൻ്റെ ഭാര്യയെ പെണ്ണ് കാണാൻ വേണ്ടി പോയ സമയത്ത് വീട്ടുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സിനിമ തന്നെ പ്രൊഫഷനാക്കാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ ഇന്ന് ആ പ്രൊഫഷനിൽ അയാളൊരു ബ്രാൻഡ് ആവുന്നത് ഒരു സിനിമാ കഥ പോലെ തന്നെ രസകരമാണ്. ജിത്തു ജോസഫാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നു ആ കോൺഫിഡൻസ്, ഇത് തന്നെ മതി പ്രൊഫഷനാക്കാൻ എന്നുള്ളത്? കോൺഫിഡൻസ് ഒന്നുമില്ലെന്ന് ഞാനിങ്ങനെ വീട്ടുകാരല്ല ചോദിച്ചോട്ടോ, ലിൻഡ തന്നെയാണ് ചോദിച്ചത്. അതെ, ഞാൻ ലിൻഡേനെ നമ്മൾ കണ്ടു, ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. അപ്പം കാണാനായിട്ട് കോളേജിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പം സിനിമയല്ല വേറെ ഒന്നും കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പം എന്താ പറയുക, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി എന്നെ കിരീടവും ചെങ്കോലും ഇതെന്നൊക്കെ പറഞ്ഞാൽ ഞാനെന്തായാലും ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ ട്രൈ ചെയ്യുന്നില്ലേ, അത് അതിൻ്റെ ഇച്ചിരി ഒരു സ്റ്റെപ്പിൽ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ പുള്ളിക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, ഓക്കെ എന്നാൽ വിട്ടേക്കാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിട്ടു. എന്നിട്ട് പിന്നെ എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ് കൃഷി. ഇങ്ങനെ എനിക്ക് അറിയില്ല. ഞങ്ങൾ ബേസിക്കലി കൃഷിക്കാരാ. ഫാദർ ആക്സിഡൻ്റലി പൊളിറ്റിക്സ് വന്ന് ചാടി അങ്ങനെ ഇതാണ്. പിന്നെ ഞാനിവിടെ മുല്ലക്കൃഷിയൊക്കെ ട്രൈ ചെയ്തു. കല്യാണം കഴിഞ്ഞ് പിള്ളേരും ഒക്കെ ആയി ഇങ്ങനെ പോയൊരു സമയത്ത് വളരെ ആക്സിഡൻ്റലി സിനിമ തിരിച്ചെൻ്റെ ലൈഫിലേക്ക് വരികയാണ്. അതിന് കാരണക്കാരി ലിൻഡ തന്നെയാണ്. ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ജയരാജ് സാറിൻ്റെ കരുണത്തിൻ്റെ ബ്രോഷർ കണ്ടു. അപ്പം ചോദിച്ചു ഇതെന്നെ ഇവിടെ. അപ്പം ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സായി. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ജിത്തുവിന് വലിയ ആഗ്രഹമായിരുന്നു സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്നെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ഇരുന്നാന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു ഞാനതൊക്കെ വിട്ടു എന്ന്. അന്നേരം എൻ്റെ പിറ്റേ ദിവസം ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ജയരാജ് സാറുമായിട്ട് സംസാരിച്ചു, നിനക്ക് വേണമെങ്കിൽ നീ ഇത് ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ ലിൻഡയോട് ചോദിച്ചു. ലിൻഡ പറഞ്ഞല്ലേ എനിക്കറിയാം ജിത്തു ഓരോ സിനിമ കഴിഞ്ഞ് വരുമ്പോഴും സിനിമ, പക്ഷെ അത് ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അത് നല്ലതായിരുന്നു, പക്ഷേ ഇവിടുത്തെ മ്യൂസിക് ശരിയായില്ല. അതങ്ങനെ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് വാദവരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് എവിടെയോ തോന്നി എനിക്കിങ്ങനെ ഉള്ളിൽ ഭയങ്കര ഒരു പാഷനായിട്ട് കിടക്കുന്നു, പുള്ളിക്കാരത്തേക്ക് വേണ്ടി ഞാനത് വേണ്ടെന്ന് വെച്ചു എന്നുള്ളൊരു. അങ്ങനെ ഞാൻ ജയരാജ് സാറിൻ്റെ അടുത്ത് പോയി ഒരു പടം വർക്ക് ചെയ്തു. പിന്നെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, കുറേ ലൈഫിൽ കുറേ സംഭവവാസങ്ങളൊക്കെ ഉണ്ടായി. ഒരു സിനിമയുടെ കഥയ്ക്ക് വേണ്ടി കഥാകൃത്തായിട്ട് ഞാനൊരു സിനിമ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തു. 1.5 വർഷത്തോളം നടന്നു. അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടമാണ്. അന്ന് ഈ എറണാകുളത്ത് വൈറ്റ് ഫോർട്ട് ഹോട്ടലിലൊക്കെ വരികയും ഡിസ്കഷൻ അത് ഇത്. വേറൊരാൾ ഡെന്നിസ് ജോസഫാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹമായിട്ട് കുറച്ച് സിറ്റിങ്ങുകൾ ഡയറക്ടറുമായിട്ട്. പക്ഷേ അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്ത് വന്നപ്പോൾ ഇച്ചിരി വലിയ ഗ്രാൻഡിയറിലുള്ള സ്ക്രിപ്റ്റായിപ്പോയി. അപ്പോൾ ഈ ആക്ടർ ചോദിക്കുകയും ചെയ്തു എനിക്കൊരു ന്യൂഡല്ലി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി വലിയൊരു ക്യാൻവാസിൽ അങ്ങ് എഴുതി. ആ പ്രൊഡ്യൂസർക്ക് അത് താങ്ങാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസറായിരുന്നില്ല. അങ്ങനെ കഥ മാറ്റാമെന്ന് വിചാരിച്ചു. പറഞ്ഞു കഥ മാറ്റുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പ്രൊജക്റ്റിൽ നിന്ന് ഞാൻ മാത്രം പുറത്താവും. 1.5 വർഷം നടന്നിട്ട്. അപ്പോൾ അത് ഞാൻ വീട്ടിൽ ചെന്നപ്പം പുള്ളിക്കാരത്തേക്കും സങ്കടം എനിക്കും സങ്കടം. ഞങ്ങൾ കരഞ്ഞു, ലിറ്ററലി കരഞ്ഞു. പുള്ളിക്കാരത്തി കട്ടിലെ സങ്കടപ്പെട്ട് കരയുമ്പോൾ ഞാൻ വന്ന് അടുത്തിരുന്നിട്ട് എനിക്കും കരച്ചിൽ വന്നു. അപ്പോൾ എൻ്റെ മദർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്തിനാണ് വിഷമിക്കണം, നിനക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ എഴുത്. നമ്മൾ തോട്ടത്തിൻ്റെ ഏതെങ്കിലും മൂല വിറ്റിട്ടാണെങ്കിലും നമ്മൾ ബേസിക്കലി ഞങ്ങൾ റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പം വിറ്റിട്ടാണെങ്കിലും നമ്മൾ സിനിമ, അതായത് ഫാദർ മരിച്ചു ആ സമയത്ത്, ഫാദറില്ല, നമ്മൾ സിനിമ ചെയ്യുന്നു. അമ്മച്ചി അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല, പക്ഷെ അത് കോൺഫിഡൻസ്. അങ്ങനെ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണ് ഡിക്റ്റേറ്റീവ്. എന്നിട്ട് അന്ന് ഞാനും എൻ്റെ ഒരു അമേരിക്കയിലുള്ള ഫ്രണ്ടും ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, അമേരിക്കയിലുള്ള ഫ്രണ്ടും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായിട്ട് അങ്ങനെ സുരേഷ് ഗോപിനെ മീറ്റ് ചെയ്ത് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിന് സാധനം ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പുള്ളി തന്നെ ഫസ്റ്റ് സിനിമ ചെയ്യുന്നു, ഫസ്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, അത് പുള്ളി അതുകൊണ്ട് വേറെ പ്രൊഡ്യൂസറെ എനിക്ക് തന്നു. അങ്ങനെ തോന്നി. ഇത് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ആണോ, വിവരമില്ലായ്മയാണോ, എടുത്തുചാട്ടമാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. മേ ബി നമ്മൾ പറയില്ലേ ഹാർഡ് വർക്ക് പേസ് എന്ന് പറയല്ലേ, മേ ബി. പിന്നെ ഓരോ രീതിയിലാണ് ആ സിനിമയിൽ. എന്നിട്ട് ആ പ്രൊഡ്യൂസർ മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ പൈസ ഇല്ല, എനിക്ക് തീർക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൈസ ഇട്ടുണ്ടോന്ന്. പിന്നെ എനിക്ക് ആ പൈസ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ചിലരുടെ ലൈഫിൽ അവരുടെ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 10 വർഷം, ചിലപ്പോൾ 12 വർഷം, അല്ലെങ്കിൽ 8 വർഷം എന്ന് പറഞ്ഞാൽ. എനിക്ക് പക്ഷേ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നില്ല. കാരണം എനിക്ക് ഒരുപാട് അറസ്റ്റ് ചെയ്തു, വലിയ അവസ്ഥയില്ലാതെ ഞാൻ എൻ്റെ ഫസ്റ്റ് പടം ചെയ്യുന്നു. അപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് ടൈമിന് പകരം പൈസയായിരുന്നു. പക്ഷെ ഞാൻ എവിടുന്നോ വന്ന ഒരാൾ വന്നിട്ട് ഞാൻ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്ന് ഒരു ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്ത് കാണിക്കാം, ഒരു ഫോൺ ഉണ്ടെങ്കിൽ. അന്ന് എന്ത് കാണിക്കാൻ, ഹാൻഡി ക്യാമിലൊക്കെ ഞാൻ എൻ്റെ പിള്ളേരെയൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിരുന്നു. ഒരു പടം ചെയ്യാതെ എനിക്ക് എന്നെ പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു അവസരം വന്നപ്പോൾ ഞാനങ്ങനെ ചെയ്തു. അതൊരു കോൺഫിഡൻസ് ആണോ, എന്താ മണ്ടത്തരമാണോ, എടുത്തിയാട്ടാണോ എന്നല്ല, ഞാൻ റിസ്ക് എടുത്തു, അത്രേ ഉള്ളൂ.
ദൃശ്യത്തിൻ്റെ റൈറ്റിങ്ങിൽ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ പറയുന്ന ഒരു ഏരിയ ഉണ്ട് സർ. അതായത് ക്യാരക്ടേഴ്സിൻ്റെ അവരുടെ മോട്ടീവ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ക്യാരക്ടർ അത് എപ്പോഴും റീറ്റൈൻഡ് ആയിട്ട് നിലനിൽക്കുന്നുള്ളത്. അതായത് ജോർജ് കുട്ടി എപ്പോഴും അയാളുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പുറത്ത് IG എപ്പോഴും അയാളെ എങ്ങനെയെങ്കിലും പെടുത്തണം, എപ്പോഴെങ്കിലും പുതിയ പുതിയ ഐഡിയാസുമായിട്ട് വരണം, അയാളിൽ നിന്ന് സത്യം റിവീൽ ആക്കണം. ആ ആർക്കിൽ നിന്ന് ഒരിക്കലും അവർ മാറില്ല. ഇത് ബോധപൂർവം ജിത്തു ജോസഫ് എന്ന റൈറ്റർ അത് അങ്ങനെ ഒരു നിർബന്ധം വെച്ച് ചെയ്യുന്നതാണോ? അതെ, കാരണം ക്യാരക്ടേഴ്സ് ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു സ്വഭാവമുണ്ട്. ഒരു 90% ഞാൻ ആ സ്വഭാവത്തിൽ കൂടി എനിക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 80%, ഒരു 20% ചിലപ്പോൾ ഞാൻ ചില സാഹചര്യങ്ങളിൽ മാറുമായിരിക്കാം ഫോഴ്സ്ഡ് ആയിട്ട്. എന്നാൽ പോലും ആ 80-ൽ ഞാനിങ്ങനെ കിടക്കും. എവിടെയെങ്കിലും ഇത് വന്നാൽ എൻ്റെ ആ 80 ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. കാരണം അതിൻ്റെ ബേസിക് ക്യാരക്ടറാണ്. ഇപ്പോൾ ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാളൊരു അനാഥനായിരുന്നു. അയാൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് വളർന്നു വന്ന ഒരാളാണ് ജോർജ് കുട്ടി. ഇത്രയും സമ്പാദിച്ച ആ കൂട്ടത്തിൽ അധ്വാനിച്ച് വളർത്തി അല്ലെങ്കിൽ പുള്ളി ഉണ്ടാക്കിയെടുത്ത പുള്ളിയുടെ ഫാമിലി, ആ ഫാമിലിയിൽ ഒരാൾ അഫക്റ്റഡായ ആ ഫാമിലി പോകുമെന്ന് അറിയുമ്പോൾ അയാൾ അതുപോലെ അത് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കും. അത് മരിക്കുന്നിടം വരെ പുള്ളി ചെയ്യും. കാരണം അത് പുള്ളിയുടെ ക്യാരക്ടർ അതാണ്. ഇനി അപ്പുറത്തെ സൈഡിൽ ഒറ്റ ഒരു മകനാണ്. ആ മകനെ ഇച്ചിരി വളർത്തു ദോഷം അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി ഇത് ചെയ്തു. പ്രഭാകർ എന്ന് പറയുന്നയാൾക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോഴും അവരുടെ മകനാണ്. ആ മകൻ അങ്ങ് ആ തുടക്കത്തിൽ ഫസ്റ്റിനകത്ത് മിസ്സിങ് ആണ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അവൻ അപായപ്പെട്ടു, അവൻ മരണപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ട്. ആ പേടിയോടെ മുന്നോട്ട് വന്നു. അത് ഏതാണ്ട് കൺഫേംഡായി. അവർക്കൊരിക്കലും അത് പൊറുക്കാൻ പറ്റത്തില്ല. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരി എൻ്റെ മകൻ ഇച്ചിരി സ്വഭാവം ഇതൊക്കെ ഉണ്ട്, പക്ഷേ എന്ന് കരുതി ആർക്കെങ്കിലും കൊല്ലാനുള്ള റേറ്റ് ഉണ്ടോ? ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷ മേടിച്ച് കൊടുക്കണം എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അതിനകത്ത് പ്രഭാകരനും ഉണ്ട്. പക്ഷെ പ്രഭാകരന് അത് ഏത് രീതിയിൽ എന്നുള്ളതിനകത്ത് പ്രശ്നം മനസ്സിലായി. പ്രഭാകരന് അത് നിയമപരമായിട്ട് അത് ചെയ്യണം. പുള്ളിക്കാരത്തി അതുകൊണ്ട് ഏത് എക്സ്റ്റെൻറ്റിൽ പോകും. കാരണം പുള്ളിക്കാരത്തി ഒരു IG കൂടെയാണ്, ഒരു പോലീസ് ഓഫീസറാണ്. അതിൻ്റെ ഒരു ഈഗോ ഉണ്ട്. ബാക്കി പല കേസുകളും പുള്ളിക്കാരത്തി കണ്ടുപിടിച്ചിട്ട് സ്വന്തം മകൻ്റെ കേസ് വരുമ്പോൾ അതാണ് പുള്ളിക്കാരത്തിൻ്റെ ഫ്രസ്ട്രേഷൻ. മനസ്സിലായോ? അപ്പോൾ സെക്കൻഡ് വന്നപ്പോഴും പുള്ളിക്കാരത്തിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് മകന് നീതി കിട്ടണം, 2 പുള്ളിക്കാരത്തിൽ IG എന്ന് പറയുന്ന പഴയ പോലീസുകാരി എന്ന് പറയുന്ന ആൾ ഞാൻ പരാജയപ്പെട്ട കേസ്, അത് സ്വന്തം മകൻ്റെ കാര്യം വന്നപ്പം എനിക്കത് തെളിയിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഈഗോസും ഉണ്ട് അതിനകത്ത്. അപ്പം അത് രണ്ടും ഈ 2 ഇതും അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇനിയിപ്പോൾ റാണിക്കൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. മൂത്ത മകൾക്കും ഇളയ മകളും തമ്മിലും ക്യാരക്ടറൈസേഷൻ വ്യത്യാസമുണ്ട്. മൂത്ത മകൾ കുറച്ചുകൂടെ ഇങ്ങനെ, അതിപ്പോൾ 3rd വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് സ്ലൈറ്റ്ലി ഇളയ മകളും ഇവരും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചിലപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ കുറച്ചുകൂടെ അവരുടെ ഫാമിലിയിലേക്ക് എന്തൊക്കെ, കാരണം കാലം മാറി പ്രായം മാറുന്നതനുസരിച്ച് അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, കാഴ്ചപ്പാടുകൾ മാറും കുറേയൊക്കെ, പ്രത്യേകിച്ചും പിള്ളേർക്ക് കാഴ്ചപ്പാടുകൾ മാറാം. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഞാൻ 3rd ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.